ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ട് ഇടുന്നില്ല. നമ്മൾ ഈ ക്യാൻവാസൊക്കെ വെച്ച് നെക്കിന് നല്ല കട്ടി വെക്കുമല്ലോ, അപ്പോൾ അതില്ല, ക്യാൻവാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടിയായിട്ട് നെക്ക് തയ്ക്കുന്ന രീതിയാണ് ഞാനിപ്പോൾ കാണിച്ചു തരുന്നത്. ഇത് ലൈനിങ് പീസാണ്. ലൈനിങ്ങിൽ നമ്മൾ മെഷർമെൻറ്റ് എടുത്തിട്ട് നമ്മൾ നല്ല തുണിയിൽ വെച്ച് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പം ഫസ്റ്റ് നമ്മൾ ലൈനിങ് ആണ് ഉപയോഗിക്കുന്നത്. ഷോൾഡർ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് താഴോട്ട് ആകുമ്പോൾ 6 നല്ല വണ്ണമൊക്കെ ഉള്ളതെന്നുണ്ടെങ്കിൽ 7 ഇഞ്ചൊക്കെ എടുത്താൽ മതി. ഇതധികം വണ്ണമൊന്നുമില്ല. ഞാൻ 6 മതി, 6.5 കണക്കാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതുപോലെ ഒരു സ്കെയിൽ വെച്ച് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എളുപ്പം നമുക്ക് ആ ആം ഹോളിൻ്റെ ഒരു ഷേപ്പ് നമുക്ക് കിട്ടും. എനിക്ക് നെക്കിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 4 വേണ്ടത്. ഞാൻ 3.5 അടയാളപ്പെടുത്തിയത്. അപ്പോൾ അതൊരു സ്ക്വയറായിട്ട് അടയാളപ്പെടുത്തി. താഴോട്ടൊരു 6.5 വേണ്ടത് അടയാളപ്പെടുത്തി. ഒരു നല്ല വൈഡ് നെക്കായിരുന്നു വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ഞാൻ കഴുത്ത് എല്ലാം അടയാളപ്പെടുത്തി. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് 9. അപ്പോൾ ഈ 9 അളവ് നമ്മൾ ആം ഹോളിൻ്റെ അടുക്കൽ അടയാളപ്പെടുത്തിയിട്ട് താഴോട്ടൊരു 6 ഇഞ്ചാണ് നമുക്ക് ഷേപ്പിനായിട്ട് വേണ്ടത്. ഞാനൊരു 6.5 ഇഞ്ച് എടുത്ത്, എന്നുവെച്ചാൽ ആ ആം ഹോളിൻ്റെ അടുക്കലുള്ള കൈക്കുഴിയുടെ ആ ഒരു അടിച്ച് കയറി പോകുന്നതുകൊണ്ട് 6.5 എടുത്തത്. 6 മതി. നമ്മൾ 6.5 എടുക്കുക, 6.5 എടുക്കുക. താഴോട്ട് നമ്മൾ സ്ലിറ്റിൻ്റെ ലെങ്ത് ഞാൻ ഒരു 13 എടുത്തത്. അപ്പോൾ അതും അടയാളപ്പെടുത്തിയിട്ട് ഹിപ്പ് അളവും അടയാളപ്പെടുത്തിയിട്ടൊരു 2 ഇഞ്ച്, 1.5 ഇഞ്ച് മതി. പിന്നെ നമ്മൾ ഊതായിട്ടൊക്കെ തയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ഇഞ്ച് കണക്കാക്കി എടുക്കുക. ഇച്ചിരി അധികം കിടക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, ലാസ്റ്റ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ നമ്മൾ അതെല്ലാം അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ നമ്മൾ ഈ നെക്കിൻ്റെ ആ ഒരു കഴുത്ത് കറക്റ്റ് സെൻറ്റർ ഭാഗം നമ്മളൊന്ന് കട്ട് ചെയ്ത് വെക്കുക. അത് നമുക്ക് എപ്പോഴും ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ഞാൻ നമ്മുടെ ലൈനിങ് നല്ല തുണിയുടെ മുകൾ വശത്തായിട്ട് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ പിൻ ചെയ്ത് വെക്കുക. പിൻ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ആ ഒരു ഷേപ്പ് നമ്മളിപ്പം ആ ഒരു നെക്ക് അടയാളപ്പെടുത്തിയല്ലോ, സെയിം അതിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് അങ്ങോട്ട് മാറുക. കാരണം വൈറ്റ് തുണിയിൽ നമ്മൾ വൈറ്റ് ചോക്ക് മാക്സിമം ഉപയോഗിക്കാൻ നോക്കുക, വേറെ കളർ ഉപയോഗിക്കാതെ നോക്കുക. അപ്പം ഞാൻ പറഞ്ഞത് ഇതാണ് ഫ്യൂഷൻ ടേപ്പാണ്. ഇതിലൊരെണ്ണം നമ്മൾ വാങ്ങിച്ചു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഉപകാരം ഉണ്ടാകും. കാരണം ഇതുകൊണ്ട് ഒരുപാട് നമുക്ക് ലൈനിങ് നെറ്റ് മറ്റേത് ഒതുങ്ങാത്ത തുണികൾ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപകാരപ്പെടും. ഞാനതൊക്കെ പിന്നീടൊരു വീഡിയോയിൽ പറയാം. ഇപ്പം നമ്മൾ കറക്റ്റ് നമ്മൾ തയ്ച്ചിട്ട് തിരിച്ചിട്ടിട്ട് നമ്മളൊന്ന് അയൺ ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് എത്രയാണ് ഈ ടേപ്പ് വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അത്രയും ഇതുപോലെ തന്നെ ആ ഒരു അടയാളപ്പെടുത്തി നമ്മൾ എടുക്കുക. വെറുതെ വേസ്റ്റായി കളയണ്ടല്ലോ. എന്നിട്ട് നമ്മൾ ആ തേച്ചിട്ട തുണിയുടെ ഇത് കോട്ടൺ ആയതുകൊണ്ടാണ് ഞാൻ തേച്ചിട്ട തുണിയുടെ നമ്മുടെ ഈ അതിൻ്റെ രണ്ടോടെ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് വെച്ചേച്ച് നമ്മളിതൊന്ന് അയൺ ചെയ്ത് കൊടുക്കുക. അയൺ ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു ഭാഗം നല്ലതുപോലെ ഒട്ടിയിരിക്കും. അപ്പോൾ ഒട്ടിയിരിക്കുന്ന കൂട്ടത്തിൽ നല്ല കട്ടിയും കിട്ടും. കാരണം നിങ്ങളിതൊന്ന് വാങ്ങിച്ച് ഉപയോഗിച്ച് നോക്കിയെങ്കിൽ മാത്രമേ ഇതറിയാൻ പറ്റത്തുള്ളൂ. ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും കമൻ്റ് ഇടുക. ഇല്ലാത്ത എല്ലാ സ്റ്റിച്ചിങ് ചെയ്യുന്ന ആൾക്കാരും ഇത് വാങ്ങിച്ച് വെക്കുക. 50 രൂപയൊക്കെ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും വലിയ റേറ്റും കാര്യങ്ങളും ഒന്നുമില്ല. നമ്മൾ പതുക്കെ ഇച്ചിരി ഒന്ന് പിടിച്ചു വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് അയൺ ചെയ്ത് ഒന്ന് കൊടുക്കുക. നമ്മൾ നല്ലതുപോലെ ഇതുപോലെ ഒന്ന് അയൺ ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്ത് അങ്ങോട്ടൊന്ന് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടല്ലോ, നല്ല സൂപ്പറായിട്ട് നെക്ക് നല്ല കട്ടിയായിട്ടിരിക്കും. നമ്മളിനി എക്സ്ട്രാ നമ്മൾ ക്യാൻവാസൊക്കെ കട്ട് ചെയ്തിട്ട് പിന്നെ അത് ഹെമ്മിങ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മൾ ഈ ചില തുണികളുടെ ഇത് കാണാത്ത രീതിയിൽ ഈ ലൈനിങ്ങിൻ്റെയും നല്ല തുണിയുടെയും സെൻറ്റർ ഭാഗത്തായിട്ട് വരും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതുപോലൊരു ഫ്യൂഷൻ ടേപ്പ് മാത്രം വാങ്ങിച്ച് വെക്കുക. അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് നല്ല കട്ടിയായിട്ട് നമുക്ക് നെക്ക് കിട്ടും. ഇതാണ് ഔട്ട്ലുക്ക്. അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിടുക. അപ്പം ഇത് വാങ്ങിക്കാത്തവർ തീർച്ചയായിട്ടും വാങ്ങിക്കുക. നല്ല ഉപകാരപ്പെടുന്ന ഒരു ടേപ്പാണ്. അപ്പോൾ ഒരു ചെറിയൊരു പഫ് മതി എന്ന് പറഞ്ഞ് ഒരു 3 സ്ലിറ്റ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞ്, അതുകൊണ്ട് ഞാനൊരു 3 സ്ലിറ്റല്ല നമ്മൾ ഈ ഞുറുണ്ടല്ലോ 3 എണ്ണം ഇട്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പം അതനുസരിച്ച് 3 എണ്ണം ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സെറ്റായിരുന്നു. സെറ്റിൻ്റെ ചുരിദാറാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. എന്തെങ്കിലും എനിക്കൊരു സെറ്റിൻ്റെ ചുരിദാർ ഇത് കണ്ടപ്പോൾ ഒന്ന് വാങ്ങിക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ